ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കാൻ എത്തുന്നത് രൂപേഷ് ഫ്രം കാലിക്കറ്റ്. ഏറെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രൂപേഷ്. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് ഈ പടം നേടാമിൽ വന്നതിന് ശേഷം? പടം നേടാൻ വലിയൊരു അനുഭവമായി പോയില്ലേ? കല്യാണാലോചനകളുടെ ഒരു ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കല്ലേ? എന്തെങ്കിലും ഒത്തോ? ഒന്നും ഒത്തിട്ടില്ല. അല്ല, എന്തായാലും ഫിനാലയ്ക്ക് മുമ്പ് ഒരു തീരുമാനമാവും എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. ആണോ? എന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട്. സ്വാമിയേ ശരണമയ്യപ്പ ഏത് പാട്ടാണ്? പമ്പയാറിൻ പൊൻപുളിനത്തിൽ എന്ന് പറഞ്ഞ ഭക്തിയാണ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി പടി 18 കെട്ടി 18-ാം പടി കെട്ടി പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി ഹരിഹരസുതനായി മായാസുതനായി അഖിലാണ്ട കോടീശ്വരനായി ഹരിഹരസുതനായി മായാസുതനായി അഖിലാണ്ട കോടീശ്വരനായി അമരും ഭഗവാൻ അയ്യപ്പൻ താൻ അമരും ഭഗവാൻ അയ്യപ്പൻ താൻ അരചൻ കണ്ടൊരു പൈതൽ അരമന പൂകിയ പൈതൽ പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി മന്നനു മകനായി മഹാജനത്തിനു ചിന്മയനായി പൊന്മലവാസൻ മന്നനു മകനായി മഹാജനത്തിനു ചിന്മയനായി പൊന്മലവാസൻ കൺമഷഹീനൻ ഭക്തജനത്തിനു കൺമഷഹീനൻ ഭക്തജനത്തിനു നന്മകൾ നൽകിയിരിപ്പോ വന്മല മുകളിലിരിപ്പോ പമ്പയാറിൻ പൊൻപുളിനത്തിൽ പനിമതി പോലൊരു പൈതൽ പന്തളമന്നൻ എടുത്തു വളർത്തി പർവ്വതമുകളിലിരുത്തി പടി 18 കെട്ടി 18-ാം പടി കെട്ടി സ്വാമി ശരണം ശരണമെന്നയ്യപ്പ 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 സ്വാമി ശരണം ശരണമെന്നയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. രൂപേഷ്, എന്തോ എന്താ പറയുന്നത്, ഭക്തി സാന്ദ്രമായ കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി. മനോഹരമായിട്ടുള്ള ശബ്ദം, നല്ല ആലാപനം. താങ്ക് യു. സന്തോഷം. അയ്യപ്പന്റെ ഒരു നല്ല പാട്ട് കേട്ടപ്പോൾ ഒരു സുഖം.
ഭയങ്കര വോയിസ്, ഉഗ്രൻ വോയിസ് ആണ് രൂപേഷിന്റെ. അസാധ്യം, ഭയങ്കര എന്തൊരു അട്രാക്ഷൻ ഉണ്ട് അതിൽ കേട്ടോ. നന്നായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ ഈ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കുട്ടിക്കാലമൊക്കെ ഓർത്ത്. കാരണം ഞങ്ങൾ ഈ ക്വാർട്ടേഴ്സ് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ 6:30 ആകുമ്പോൾ വീട്ടിൽ കയറണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു 6:45, 7 മണിക്കുമ്പോൾ താഴെ ഒരു അമ്പലമുണ്ട് ക്വാർട്ടേഴ്സിന് താഴെ മുട്ടമ്പലത്ത്, കൊപ്പറത്ത് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം എന്ന് പറയും. അവിടെ ആദ്യം ഇടുന്ന പാട്ട് ഇതാ. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാം 6:45 എന്നുള്ളത് അറിയാം. അപ്പൊ വീട്ടിൽ കയറാറായി. വീട്ടിൽ കയറായി നോക്കുമ്പോൾ കാണാൻ ക്വാർട്ടേഴ്സിന് വേണ്ടി അമ്മച്ചി ഒരു വടിയൊക്കെ പിടിച്ചപ്പോൾ ഓടാ ഇങ്ങോട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് കേട്ടോണ്ടാണ് നമ്മൾ പോകുന്നത് വീട്ടിലോട്ടെ. അപ്പൊ ആ പാട്ട് ഇങ്ങനെ എവിടെ കേട്ടാലും പെട്ടെന്ന് നമുക്ക് കൊപ്പറത്തമ്പലവും കുട്ടിക്കാലവും അമ്മച്ചീനെ ഒക്കെ ഓർമ്മ വരും. അതിന് ഒരിക്കൽ കൂടി താങ്ക്സ് കേട്ടോ. താങ്ക് യു.